ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ഓംപ്ലേറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു 3 എണ്ണം കുനുകുനാന്ന് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത ഗാർലിക്കും കുനുകുനാന്ന് ചോപ്പ് ചെയ്ത സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചമണമെല്ലാം മാറി വരുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടണം. അപ്പോൾ ഇത് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം സ്പാച്ചിൽ വെച്ചിട്ട് മറിച്ചിടാൻ നോക്കി. അത് കിട്ടാത്തത് കൊണ്ട് പൊട്ടിപ്പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ട്രിക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതെടുക്കുക. അത് ഈ പാനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ വ്യക്തമായിട്ട്, അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ആ എഗ്ഗ് വീണ്ടും അതേ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാല ഓംപ്ലേറ്റ് റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ആംപ്ലേറ്റ് മാത്രം മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.